അല്ല പറയട്ടോ, വല്ല തെറ്റും സ്വന്തത്തോടൊരാൾ പ്രവർത്തിച്ചാൽ, വല്ല തോന്യാസവും ചെയ്തു പോയാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. എന്നിട്ടോ അല്ല പറയാണ്, അങ്ങനെ അവൻ ആ തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോ അല്ലാഹുവിലേക്ക് അവനതാ ഖേദിച്ചു മടങ്ങുന്നു. അല്ലയല്ലാതെ പാപം പൊറുക്കാൻ ആരാണുള്ളത്? അല്ലയല്ലാതെ പാപം പൊറുക്കാൻ ആരാ ഉള്ളത്? അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിൽക്കുന്നവരല്ല ഒരു വിശ്വാസി. അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവൻ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവൻ. താവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു വരിയുണ്ട്: തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തന്നെ തെറ്റ് നീ ചെയ്താലും നിന്റെ കൈകൾ നീ അല്ലാഹുവിലേക്ക് നീട്ടിക്കോ, അല്ല ഒരിക്കലും നിന്റെ കൈ തട്ടുകയില്ല. വല്ലാത്ത വാക്കുകളാണിത്. ഇവിടെ ഒരു സംഭവം നിങ്ങൾ ഓർക്കണം. 100 പേരെ 99 പേരെ ഒരു മനുഷ്യൻ കൊന്നു. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയാണവൻ. അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കുറ്റവാളിയാണവൻ. അങ്ങനെയുള്ള 99 പേരെ കൊന്ന ഒരു വൻപാപി. അയാൾ ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ്, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? 99 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? അയാൾ പറഞ്ഞു, നിനക്ക് പുറത്തു തരില്ല. അത് പറഞ്ഞപ്പോ അയാളെയും കൊന്ന് 100 പേരെ തികക്കുകയാണ്. 100 പേരെ 25-ാം അധ്യായം 68-ാമത്തെ വചനമാണ്. അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ അവന്റെ സ്ഥിതി പരിതാപകരമാണ്. 100 പേരെ കൊല്ലുകയാണ് ഒരു മനുഷ്യൻ. 100 പേരെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും 100 തവണ കൊന്ന കൊലയാളി 714 കോടി മനുഷ്യരെ 100 തവണ കൊല്ലുന്ന ഒരു മഹാകൊലയാളിക്ക് പോലും അല്ല പറയുകയാണ്. എന്താ പറയുന്നത്? ഈ മനുഷ്യനോട് 100ാമത്തെ പേരെ കൊന്നിട്ട് ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്നു. ഒരു പണ്ഡിതന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഞാൻ 100 പേരെ കൊന്ന കൊലയാളിയാ, എന്റെ റബ്ബെനിക്ക് പുറത്തു തരുമോ? ചിന്തിക്കണേ സഹോദരങ്ങളെ, 100 പേരെ കൊന്ന കൊലയാളിയാ ഞാൻ, എന്റെ റബ്ബെനിക്ക് പുറത്തു തരുമോ എന്ന ചോദ്യത്തിന് ആലിമിന്റെ മറുപടി, നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരും. അവർ റഹ്മാനാണ്, അവർ റഹീമാണ്. നീ പൊറുക്കലിനെ തേടിയാൽ 100 പേരെ കൊന്നാലും അവൻ നിനക്ക് പുറത്തു തരും. ആ പരമകാരുണ്യകനായ റബ്ബിനെ വിട്ടിട്ടാണ് ഇർതകബതു അലൽ ഖത്താ ഗൈറാസിരിം വാഹദത് ലകാഷ്കൂ ഫിഹിയാ സയ്യിദി ഖൈറൻ നബി എന്ന് ചൊല്ലുന്നത്. നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു നാടുണ്ട്, നീ അങ്ങോട്ട് പോകണം. അങ്ങനെ അയാൾ യാത്ര തിരിക്കുകയാണ്. യാത്രയുടെ 80% യാത്ര കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു പോവുകയാണ്. നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്ന ചർച്ച നടക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ആള് സ്വർഗത്തിലാ. പശ്ചാത്താപ മനസ്സുള്ള മനുഷ്യൻ റബ്ബിനോട് അയാൾ പൊറുക്കലിനെ തേടി, അല്ല പുറത്തു കൊടുത്തോ എന്ന് റസൂലുള്ളാഹ്. കള്ളം പറയാത്ത മുത്തുനബി, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂൽ പറയുന്നു, 100 പേരെ കൊന്ന മനുഷ്യ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. ഉണ്ടോ? ആ റബ്ബിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തുന്നത്. ആ റബ്ബിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഇത് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നിങ്ങളുടെ പരലോകം അത് ഓർത്തിട്ടാ. ഒരായത്തുടി കേട്ടോളി, ഒരായത്തുടി കേട്ട് മനസ്സിനെ കുറിച്ചിട്ടോളി. ഉസ്താദുമാരുടെ കരാളാസ്തങ്ങളിൽ നിന്ന് മോചിതമായി